ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിഷ റെസിപ്പീസ്. ഇന്ന് ഞാൻ ഇവിടെ ഒരു ബർഗറാണ് ഉണ്ടാക്കുന്നത്, അതും ഒരു തവ വെജിറ്റബിൾ ബർഗർ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിന് നമ്മൾ കട്ട്ലേറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് പുറമേ നിന്ന് കിട്ടുന്ന ബർഗറിൽ ഒന്നെങ്കിൽ വെജ് കട്ട്ലേറ്റ് അല്ലെങ്കിൽ നോൺ വെജ് കട്ട്ലേറ്റ് അതിനകത്തുണ്ടാവും. ഇതിനകത്ത് നമ്മൾ കട്ട്ലേറ്റ് യൂസ് ചെയ്യണില്ല. അതിന് പകരം നമ്മുടെ വീടുകളിൽ ലഭ്യമായ വെജിറ്റബിൾസ് വെച്ച് ആണ് നമ്മളിത് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കുട്ടികൾ ബർഗർ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കട്ട്ലേറ്റ് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരണം. ഇത് അങ്ങനെയല്ല. നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു വലിയ സവോള കൊത്തിയരിഞ്ഞത്, പിന്നെ ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 1/4 കപ്പ് ക്യാബേജ് അരിഞ്ഞത് എടുത്തു, പിന്നെ 2 പൊട്ടറ്റോ ബോയിൽ ചെയ്തത്, പിന്നെ ഒരു വലിയ ടൊമാറ്റോ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. നമുക്കിനി ഇത് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേനും ഒരു 1/4 ടീസ്പൂൺ ജീരകം നമ്മൾ എണ്ണയ്ക്കകത്തിടുക. അത് പൊട്ടി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർക്കുക. വെളുത്തുള്ളി, അതായത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ടൊന്ന് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള എണ്ണയ്ക്കകത്തേക്കിട്ട് ചെറുതായിട്ട് വഴറ്റുക. സവോള ആദ്യമേ ഒന്ന് വഴന്നിട്ട് വേണം നമുക്ക് ബാക്കി വെജിറ്റബിൾസ് നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഇനി ഓരോ വെജിറ്റബിൾസായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് ആദ്യം ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ വിട്ടുപോയായിരുന്നു. അപ്പം ഈ ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വേവ് എന്ന് പറയണത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകല്ല, ഒരു ഹാഫ് കുക്കായാൽ മതി. ഇനി നമുക്കിതെല്ലാം ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അടുത്ത ഇൻഗ്രീഡിയൻ്റായ ടൊമാറ്റോ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കണത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. അവസാനമായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇനി ടൊമാറ്റോസ് നമുക്ക് ഉടയാതെ കിടപ്പുണ്ടെങ്കിൽ അത് സ്മാഷ് ചെയ്ത് ചേർക്കുക. ഇനി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കണം. ഈ പൊട്ടറ്റോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ വെജിറ്റബിൾസ് അതിനകത്തേക്ക് നന്നായിട്ട് ചേർന്ന് വരണം. ഇതാണ് നമ്മൾ ഇതിന് ചേർക്കുന്ന മസാല എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില കൂടുതലായിട്ടിടാം. ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കിഴങ്ങൊക്കെ നന്നായിട്ട് യോജിച്ച് വരണം. അതായത് നമ്മൾ ഇത് കൈകൊണ്ട് ഉരുട്ടാൻ പാകത്തിനാക്കി എടുക്കണം. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. ഇനി നമ്മൾ ബണ്ണെടുത്ത് 2ആയിട്ട് സ്ലൈസ് ചെയ്യുക. ബർഗർ ബണ്ണെന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാനിവിടെ സാധാരണ ബണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു തവ ചൂടാക്കി അതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ആ ബട്ടറിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അടിയിലത്തെ പീസ് ബണ്ണ് നമ്മൾ വയ്ക്കുക.
നമ്മൾ ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ തീരെ ലോയിൽ ഇട്ടിട്ട് വേണം വെക്കാൻ. അതുപോലെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കാരണം വെച്ചാൽ തവയ്ക്കൊരു ചൂടുണ്ടല്ലോ, അല്ലെങ്കിൽ ബണ്ണ് കണ്ടമാനം മങ്ങിപ്പോവും. ആ ബട്ടർ ജസ്റ്റ് ഒന്ന് ഉരുകി വന്നാൽ മതി. ഇനി അതിൻ്റെ മുകളിൽ ഒരു ചീസ് സ്ലൈസ് വയ്ക്കുക. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വെജിറ്റബിൾസ് അരിഞ്ഞത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ടൊമാറ്റോ, പിന്നെ ഒരു സവോള അരിഞ്ഞത്, കുക്കുംബർ ചേർക്കാം. ഇനി കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതിടുക. ഞാനിവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഈ ചീസാണ് ചേർത്തിരിക്കുന്നത്. ഇനി മറ്റേ ബണ്ണ് നമ്മൾ ചേർത്ത് വയ്ക്കുന്നു. നമ്മൾ കുറച്ച് 1 ടീസ്പൂണോളം ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ചുറ്റുപാടും. ഇനി നമ്മൾ ഈ ബണ്ണ് തിരിച്ചു വയ്ക്കുകയാണ്. അത് ഒന്ന് ടോസ്റ്റായി വരാൻ വേണ്ടി അതിൻ്റെ വെജിറ്റബിൾസും ഒന്നും പോകാതെ സൂക്ഷിച്ചെടുത്തിട്ട് അത് മറിച്ച് വെക്കണം. എന്ന് വെച്ചാൽ ആ ബട്ടറിൽ ഈ വശവും കൂടി ഒന്ന് ടോസ്റ്റായി വരണം. അതിനു വേണ്ടിയാണ് അതിങ്ങനെ. ഈ സമയത്ത് നമ്മൾ സ്റ്റവ് ഓണാക്കി തീരെ ലോ ഫ്ലെയിമിലിടുക. നമ്മൾ ഓഫ് ചെയ്തേക്കുമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ സ്റ്റവ് ഓണാക്കി അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ആ ചൂടിൽ നന്നായിട്ടൊന്ന് ടോസ്റ്റായി വരാൻ. നമ്മളിത് റൗണ്ട് ചെയ്യാൻ കാരണം നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ചീസ് ഇതിലേക്ക് ചേർന്ന് അതിൻ്റെ ആ ടേസ്റ്റും കൂടെ കിട്ടാനാണ്. പിന്നെ ഇതിൻ്റെ നമ്മൾ എടുക്കുന്നത് ഈ ചീസ് സ്ലൈസ് ചിലർക്കത് മെൽറ്റായിട്ട് അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇവിടെ ചിലർക്കൊക്കെ എൻ്റെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് ആ ചീസ് സ്ലൈസ് അങ്ങനെ തന്നെ അതിൻ്റെ കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് തന്നെ സ്റ്റവ് എന്ന് ഞാൻ മാറ്റി സെർവിങ് ഡിഷിലേക്ക് വെച്ചു. ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സാധാരണയായിട്ട് എള്ളാണ് ഇടുക, വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്. അത് കുട്ടികൾക്ക് ഇഷ്ടമല്ല. അതിന് പകരം എൻ്റെ മോൻ ഒരു ചെറി ടൂത്ത് പിക്കിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കണം. മോൻ അങ്ങനെ വേണമെന്നും പറഞ്ഞ് ഒരെണ്ണം സാധാ രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ബർഗർ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ബണ്ണ് ഹാഫ് സ്ലൈസ് വെച്ചു. അതിൻ്റെ മുകളിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല സ്പ്രെഡ് ചെയ്യണം. അതിൻ്റെ മുകളിൽ ചീസ് സ്ലൈസ് വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് വയ്ക്കണം. എന്നിട്ട് നമ്മൾ കവർ ചെയ്യണം. തിരിച്ച് മറിച്ച് വിട്ട് അത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നു. മയണൈസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, അത് ഓപ്ഷണലാണ്. ഞാനിവിടെ ചേർത്തിരിക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് 4 ബർഗർ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 2 എണ്ണം കൂടി എനിക്ക് ഉണ്ടാക്കാനായിട്ട് അത് തികഞ്ഞിട്ടുണ്ട്. മയണൈസിൻ്റെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ സജഷൻസ് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കിനി നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.